രണ്ടുപേര് ടിപിയുടെ 2 പ്ലെയറും നോക്കായി ഫിനിഷ് ഓഫ് ആക്കുന്നു. ടോക്കിയോ സെക്യൂറിംഗ് kills for the team. പക്ഷെ വിചാരിക്കാതെ തന്നെ ടോക്കിയോയുടെ ഒരു മച്ചാനെ അവർക്ക് എന്തായാലും ഒരു ഇതായിട്ടുണ്ട്. വരവ് കൊമ്പൻ ആദ്യം തന്നെ വന്ന് ടോക്കിയോയെ അടിക്കാനുള്ള പരിപാടി. കൊമ്പന്റെ അഗ്രഷൻ നമുക്ക് കാണാം. നമുക്ക് നോക്കാം TGA വേഴ്സസ് ടോക്കിയോ ആവുമെന്ന്. മതവേളയിൽ നിൽക്കുന്ന കൊമ്പൻ. നമുക്ക് നോക്കാം ടോക്കിയോ ആയിട്ടൊരു ഫൈറ്റ് വരാം. ടോക്കിയോ എന്തായാലും 9 പ്ലേയേഴ്സ് ആണ് ലൈവ് ആയിട്ടുള്ളത്. സോ TGA വേഴ്സസ് ടോക്കിയോ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നോക്കുവാണെങ്കിൽ TGA വേഴ്സസ് ടോക്കിയോ ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. TGA വേഴ്സസ് ടോക്കിയോ. TGAക്ക് ഇത് ടോക്കിയോനെ വൈപ്പ് ചെയ്യാൻ പറ്റുമോ കണ്ടറിയാം. എത്ര പേര് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതുപോലെ തന്നെ TGAയിലെ 10 പേരാണ് എലൈവ് ആയിട്ടുള്ളത്. ടോക്കിയോയിലെ 9 പേര് മാത്രമാണ് എലൈവ് ഉള്ളത്. നോക്കുവാണെങ്കിൽ TGA പുഷ് ചെയ്യുന്നു. നമ്മുടെ സ്റ്റാലിനെ കണ്ടിട്ടില്ല. എന്തായാലും സ്റ്റാലിന് പിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഗ്രിംജോ അവിടെ നോക്കാക്കുന്നുണ്ട്. TGAയുടെ വക ഫസ്റ്റ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. 8 പേരെ വെച്ച് കളിക്കേണ്ട സ്ഥിതിയാണ് ടോക്കിയോക്ക് ഇപ്പം. ആൻഡ് സേവിയർ മണ്ടയ്ക്ക് അടിക്കാൻ നോക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ടാഗ് കിട്ടുന്നുണ്ട്. TGA വേഴ്സസ് ടോക്കിയോ ഇനിഷ്യൽ ഫൈറ്റ്. TGA സുരേഷ് അവിടെ നോക്കിടുന്നു. TGA സുരേഷ് ആൻഡ് ടോക്കിയോ ഡോൺ വിക്രം നോക്കെടുക്കുന്നു. ടോക്കിയോ സ്നീക്കി ഒരു നോക്കെടുക്കുന്നു. TGA സുരേഷ് അടുത്ത നോക്ക്. TGA റോബ് നോക്കിയിരുന്നു. ഡോൺ വിക്രം അടുത്തൊരു നോക്കെടുക്കുന്നു. ജോസൂട്ടി ഒരു നോക്കെടുക്കുന്നു. അവിടെ ടോക്കിയോ മെസ്സങ്ങിനെ നോക്കാക്കുന്നു. TGA ഗ്രിംജോ ആണ് ഒരു നോക്കിട്ടത്. ഡോൺ വിക്രം മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. മാലിക്ക് വിടാതെ പിടിക്കുന്നു ഡോൺ വിക്രമിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം. എന്തായാലും മാലിക്ക് ടോക്കിയോക്ക് ഒരു പ്ലെയർ മാത്രം ബാക്കി. ടോക്കിയോക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ആവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഡോൺ വിക്രമിനെ ഹണ്ട് ചെയ്യുവാണ് TGAയുടെ പ്ലേയേഴ്സ്. TGA വേഴ്സസ് ടോക്കിയോ. അവർക്കൊരു ഫ്രീ കില്ല്. അല്ലല്ല, കത്തിപ്പോയ പ്ലെയർ തിരിച്ചു വന്ന. ആകാശത്തുനിന്ന് കത്തിപ്പോയ പ്ലെയർ തിരിച്ചു വന്നു തോന്നുന്നുണ്ട്. TGA നോക്കുകയാണെങ്കിൽ ടോക്കിയോ അവിടെ 7 കില്ല് സെക്യൂർ ചെയ്തായിരുന്നു. TGA 6 കില്ലാണ്. നമുക്ക് നോക്കാം. അത് അപ്ഡേറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്ഡേറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്താന്ന് നോക്കി നോക്കാം. കക്കാഷി വേഴ്സസ് BS വേഴ്സസ് MJ. MJ അവിടെ കക്കാഷി അടിച്ച് നോക്കാക്കുന്നു. ആൻഡ് MJ മാത്രം ബാക്കി. TGA വരുന്നു. ലോബിയിലോട്ട് TGA വരുന്നു. TGA എത്തിയിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരോട് ലാസ്റ്റ് ഫൈറ്റ് ഇവിടെ തന്നെ തീരുവാണ്. സോണൊന്നും വരണ്ട. TGA വേഴ്സസ് TBS. നോക്കുകയാണെങ്കിൽ 3, 6, 7 പ്ലേയേഴ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. അവരെന്തായാലും പൊസിഷൻ വേറെ നല്ലൊരു ഏരിയയിലോട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നോക്കുകയാണെങ്കിൽ ജോണിക് സിൻസിന് നല്ലപോലെ അടി കിട്ടുന്നുണ്ട്. അത് ആദ്യമായിട്ടല്ല നമ്മൾ കേൾക്കുന്നത്, എന്നാലും നമുക്ക് കാണാം. സോ നോക്കുകയാണെങ്കിൽ നല്ല പോലെ എന്റെ പോലെ സുരേഷാണ് അവർ പിക്ക് എടുക്കുന്നത്. TGA സുരേഷ് TBS ജോണിക് സിൻസിനെ പിക്ക് എടുത്തിരിക്കുന്നു. നോക്കുകയാണെങ്കിൽ അടുത്തൊരു ഫൈറ്റ് നോക്കുകയാണെങ്കിൽ TBS നല്ലപോലെ ഒരു ഹോൾഡ് ചെയ്ത് അടിക്കുകയാണ്. TGAനെ പിക്ക് എടുക്കാൻ പറ്റുമെന്നോ കണ്ടറിയാം. TBS ജയിക്കുമോ അതോ TGA ജയിക്കുമോ ഈ ഒരു ലോബിയിൽ ആര് ഗ്രൂപ്പ് ചാമ്പ്യൻ ആവുമെന്ന് കണ്ടറിയാം നമുക്ക് എന്തായാലും. അല്ല, ഞാൻ ആലോചിക്കുന്നത് TGA വേഴ്സസ് KVA ഫൈറ്റ് വന്നിരുന്നെങ്കിൽ നോക്കിയ രണ്ടുപേരുടെ ഡ്രസ്. അതെ, സത്യല്ലേ അല്ലേ? അത് അറിഞ്ഞോണ്ട് ചെയ്താന്ന് തോന്നുന്നു. കൊമ്പന്റെ IQ ആണെന്ന് തോന്നുന്നു. അതെ. TBS വേഴ്സസ് TGA the final battle. അഖിൽ ജോഡ് മേളിലോട്ട് കയറി വന്നിട്ടുണ്ട്. അഖിൽ ജോഡ് അവിടെ ഹാരി എടുക്കുമെന്ന് നോക്കാം. അഖിൽ ജോഡ് താഴോട്ട് ഇറങ്ങി അല്ലാട്ടി കിട്ടുന്നുണ്ട് അഖിൽ ജോഡിന്. അഖിൽ ജോഡ് എന്നിട്ട് അവിടെ നോക്കായില്ല. നമ്മൾ കൊമ്പനായിട്ടാണോ ഇനി അടുത്ത് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. എന്തായാലും TBS വേഴ്സസ് മാലിക്കിന്റെ ഒരു വിഷയം, ഒരു പിക്ക് തന്നെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. TVGA മാലിക്. അഖിൽ ജോഡ് വരുന്നു, അടി മേടിക്കുന്നു, തിരിച്ചു പോകുന്നു, റിപ്പീറ്റ്. എന്താണ് സംഭവിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്നത്, പക്ഷെ ഒരു നോക്ക് നമ്മൾ കാണുന്നില്ല. മിസ്സി അവിടെ മാലിക്കിനെ നോക്കാക്കി ഫിനിഷ് ആക്കി കളയുന്നു. മിസ്സി
ജോസൂട്ടി മിസ്സി എടുത്തോണ്ട് വരുന്നുണ്ട്. മിസ്സി നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഓ പക്ഷെ ജോസൂട്ടിയെ നോക്കിയിട്ടാണ് മിസ്സി വീണത്. ആൻഡ് ഇവിടെ ഓ നല്ല കളി. കൊച്ചു കുഞ്ഞിനെ അവിടെ നോക്കാക്കിയിരിക്കുന്നു. TBS and നല്ലൊരു 1v1 boy and with 17 frag 27 പോയിന്റ് സെക്യൂർ ചെയ്തുകൊണ്ട് TGAയുടെ കംബാക്ക്. TGAയുടെ കംബാക്ക് ആണ്. നമുക്ക് പോയിന്റ് ടേബിൾ നോക്കാം. പോയിന്റ് ടേബിൾ നോക്കുവാണെങ്കിൽ 17 കില്ലോട് കൂടി #1 എത്തിയിരിക്കുന്നത് TGA ആണ്. 27 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. KVA നോക്കുവാണെങ്കിൽ #4 ആണ്, ബട്ട് സ്റ്റിൽ 27 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് സ്കോഡ് നോക്കുവാണെങ്കിൽ #3 ആണ്, 15 പോയിന്റ് സെക്യൂർ, 10 കില്ലോട് കൂടി 15 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. TBS നോക്കുവാണെങ്കിൽ #2 ആണ്, 7 കില്ലോട് കൂടി 13 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ടോക്കിയോ നോക്കുവാണെങ്കിൽ 8 കില്ലോ, #8 ആണ്, 7 കില്ലോട് കൂടി 8 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. TSK നോക്കുവാണെങ്കിൽ ചങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ് #5 ആണ്, 0 കില്ലോട് കൂടി 3 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. RZ7 അറബി നോക്കുകയാണെങ്കിൽ 0 കില്ലോട് #6 ആണ്, 0 കില്ലോട് കൂടി 2 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. TPA നോക്കുകയാണെങ്കിൽ #7 ആണ്, 1 കില്ലോട് കൂടി 2 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് നമുക്ക് വി ക്യാൻ ഗോ ഫോർ ദ പ്ലെയർ സ്റ്റാറ്റസ്. നോക്കുവാണെങ്കിൽ വീണ്ടും ഒരു KVAയുടെ ഒരു ഡോമിനേഷൻ തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ ഒരു പോയിന്റ് ടേബിളിൽ നോക്കുവാണെങ്കിൽ TJ സുരേഷ് ആണ് 6 കിലോയുടെ MVP ആയിരിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ KVA ഹോക്കി 4 കിലോയുടെ. നമുക്ക് TGയിലെ ഒരു പ്ലെയറിനെ നമുക്ക് വന്നിട്ടുണ്ട്. കൊമ്പനും ജോസൂട്ടി വന്നിട്ടുണ്ട്. കൊമ്പൻ വെൽക്കം കൊമ്പൻ. ജോസൂട്ടി വെൽക്കം. മാച്ചിനെ പറ്റി 2 വാക്ക് പറയണം. നല്ല നല്ല വാക്കുകളാണ് നമുക്ക് പറയാനുള്ളത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ 2 മാച്ച് നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ഫൈറ്റ്സും കാര്യങ്ങളും കുറച്ച് മിസ്റ്റേക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫസ്റ്റത്തെ 2 മാച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് മാച്ച് എന്നാലും വല്ലാണ്ട് കളിക്കാൻ പറ്റില്ല, കുഴപ്പമില്ലാതെ കളിച്ചു. സോ നിങ്ങൾ ഫൈനൽസിലോട്ട് കാലെടുത്ത് വെക്കാ പോവാണ്. ഇതാണ് പറയേണ്ടത്. ബാക്കി ഇനിയിപ്പോ ഫൈനലില് കാണാം. നല്ല ടൈറ്റ് ലോബി ആയിരിക്കും എന്നറിയാം. കുറച്ചുകൂടെ ഇന്നത്തെ അപേക്ഷ കുറച്ചുകൂടെ ടഫ് ആയിരിക്കും. എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് കൊമ്പൻ ജോസൂട്ടി 2 പേർക്കും വന്നതിലൂടെ താങ്ക് യു ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് മാച്ചസ്. അപ്പൊ കപ്പടിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച് കൊമ്പൻ. താങ്ക് യു ജോസൂട്ടി. താങ്ക് യു. സോ ഗൈസ്, പോയിന്റ് ടേബിൾ നമുക്ക് നോക്കാം. ആൻഡ് സെമി ഫൈനൽസ്. സോ ഫൈനലിലേക്ക് ക്വാളിഫൈ ആവുന്ന ആദ്യത്തെ ടീം വിത്ത് 93 പോയിന്റ്സ്, ബ്ലാക്ക് സ്ക്വാഡ് ഫ്രം KVA qualified for the finals of Rampage tournament. ബ്ലാക്ക് സ്ക്വാഡ് ആണ് 93 പോയിന്റ് എടുത്ത് ഫൈനലിലേക്ക് ക്വാളിഫൈ ആയിരിക്കുന്നത്. ആൻഡ് തൊട്ട് താഴെ KVAയുടെ മെയിൻ ലൈനപ്പ് വിത്ത് 70 പോയിന്റ്സ്, അവരും ക്വാളിഫൈ ആയിട്ടുണ്ട്. ആൻഡ് നോക്കുകയാണെങ്കിൽ TGA വിത്ത് 53 കില്ല് പോയിന്റ് ആണ് TGA എടുത്തിരിക്കുന്നത്. അങ്ങനെ ബ്ലാക്ക് സ്ക്വാഡും KVAയും TGAയും ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിരിക്കുന്നു. നല്ലൊരു കൈയടി.